ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് നിങ്ങളോട് സത്യം പറയാം, ഞാൻ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചത് മൊയ്തീൻ ശേഖ് തങ്ങൾ എൻ്റെ നാട്ടുകാരനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. തന്നെ സത്യമായിട്ട് നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, ഞാനതാ വിചാരിച്ചു. എന്താ കാര്യം? അത് ഒന്ന് അങ്ങനെ വിചാരിക്കാൻ കാരണം, നമ്മൾ വീടുകളിലൊക്കെ പഴയ കാലത്ത് ആടിനെയും കോഴിനെയൊക്കെ വളർത്തുന്നതാണ് പണ്ടത്തെ വീട്. കോഴിനെ വളർത്താത്ത ഒറ്റ വീടും ഉണ്ടാവില്ല, എല്ലാ വീട്ടിലും കോഴിക്കളുണ്ടാവും അല്ലേ പണ്ടത്തെ കാലത്ത്. പിന്നെ ഇപ്പോഴത്തെ മാതിരി വീടുകൾക്കൊന്നും മതിലില്ല, ഉണ്ടാ മതിലില്ല, ഒക്കെ വീടിൻ്റെ അങ്ങനെ തുറന്നിട്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും മറ്റൊക്കെ പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും, അങ്ങനെയാണുള്ളത്. വീടുകളൊക്കെ ഇങ്ങനെ മതിൽ കെട്ടിയിട്ടല്ല പണ്ടത്തെ നമ്മളെ നാട്ടിലെ വീട്, ഒക്കെ ഇങ്ങനെ തുറന്നിട്ടതാണ്. അപ്പം എന്ത് ചെയ്യും, അവിടുത്തെ കോഴിക്കൾ ഇവിടുത്തും വരും, ഇവിടുത്തെ കോഴിക്കൾ അങ്ങോട്ടും പോകും. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നോക്കുമ്പോൾ പല ദിവസങ്ങളിലും നോക്കുമ്പോൾ ഒരു 10-20 കോഴികളിങ്ങനെ വീട്ടുമുറ്റത്ത് കാണാൻ ദിവസം. അപ്പം ആ കൂട്ടത്തിൽ ഒരു കോഴി, നല്ലൊരു പൂവൻ കോഴി. എന്താ കോഴിൻ്റെ ഉഷാറെന്നറിയും. ആ പൂവൻ കോഴി ഇങ്ങനെ നിന്നിട്ട് മൂപ്പരിങ്ങനെ പോലെ കൂട്ടത്തിൽ ഒരു ഉഷാറായിട്ട് ഒരു നേതാവായിട്ട് ഇങ്ങനെ അല്ലാഹു റബ്ബി. ആ കോഴി മറ്റുള്ള കോഴിക്കളടിയിൽ കൂടെ ഇങ്ങനെ നടക്കണ കണ്ടാണ്ടല്ലോ, ഒന്നാം ദർസിൽ മുദരിസ് നടക്കണമായി നല്ലൊരു ഡിമാൻഡില്ല നടത്താം, വല്ലാത്തൊരു ഉഷാർ. അപ്പോൾ ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഈ കോഴി ഏതാന്ന്? അപ്പം പറഞ്ഞു, അത് മൊയ്തീൻ ശേഖ് തങ്ങളെ കോഴിയാണ്. അപ്പം എനിക്ക് ഉറപ്പായി മൂപ്പരിവിടെ അയലൊക്കെ തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ ബഗ്ദാദിൽ നിന്ന് കോഴി വരുമോ ഇവിടെ? അല്ല, അതൊന്ന്. രണ്ടാമത്, എൻ്റെ ഇപ്പം ഒരു ചെറിയ മൂലാരിയാണ്, നിസ്കാരപ്പള്ളിക്കൽ ഇമാമുക്കും. ഞങ്ങൾ ആ വീട് താമസിക്കേണ്ട പരിസരത്തുള്ള ഒരു 10-100 വീട്, ആ വീടുകളിലൊക്കെ മരിച്ചാൽ അതേപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ ഇപ്പം ചെയ്യാം. അവിടെ ആ വീടുകളിലൊക്കെ ഒരു കോഴിനർത്തൽ മറ്റു ദ്വാരക്കാനൊക്കെ വാപ്പയാണ് പോവുക. അങ്ങനെ ഇപ്പാക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ, ഖുർആൻ നല്ലോണം ഓതും. എല്ലാ മാസവും 5 ഖത്തം 6 ഖത്തം തീർക്കും. എന്നിട്ട് ഇങ്ങനെ ദ്വാരക്കും, പടച്ചോനെ എൻ്റെ കുട്ടിനെ നന്നാക്കണേ. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ നീച്ചിക്കാനായത്. അള്ളാഹു വാപ്പാൻ്റെ ഖബർ സ്വർഗ്ഗമായി കൊടുക്കട്ടെ, മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. നമ്മളെ മാതാപിതാക്കൾ അല്ലാഹു റബ്ബി ഓർത്തു നോക്കി നിങ്ങൾ. അപ്പം ഇപ്പം ചിലപ്പോൾ പറയും സ്കെച്ച് കാണും, മാനോട് പറയും എനിക്ക് ചോറ് വേണ്ട, ഞാൻ അവിടെ മൊയ്തീൻ ശേഖിൻ്റെ ഒരു കോയിനൊക്കെ അറുത്തിക്കണം അവിടെ. അപ്പം വാപ്പ അവിടെ പോയി ചോറ് വെച്ച് ദ്വാരന്ന് 1/2 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരും. അപ്പം മനസ്സിലായി ഇവിടെ തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ വലുതായി വന്നപ്പം പള്ളിക്ക് പോയി ഉസ്താദ് ദ്വാരക്കാണിച്ചാൽ പോയില ഹദറത്ത് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, കല്യാണത്തിന് ദ്വാരക്കാണെങ്കിൽ അബ്ദുൽ ഖാദർ ജീലാനി, പുതിയാപ്പിളർങ്ങുമ്പോൾ ദ്വാരക്കാണെങ്കിൽ അബ്ദുൽ ഖാദർ. അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ ഞമ്മക്ക് ഉറപ്പായി മൂപ്പര് ഇവിടെ തന്നെ എവിടെയോ ആണ്. ഞാനിത് ഓർമ്മപ്പെടുത്തിയത് ആണോ അല്ലേ? നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടോ അല്ലേ? അമ്മിഞ്ഞപ്പാലിലൂടെ നമ്മുടെ ഹൃദയത്തിൽ നെഞ്ചേറ്റിയ ഒരു മഹാനാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ബിൽ ഖുത്ബിർ റബ്ബാനി. നിങ്ങളെല്ലാവരും കൂടി അത് ചെല്ലിയപ്പോൾ ഇങ്ങനെ ഒരു ഉഷാറ് കിട്ടി. മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. അപ്പം നോക്കുമ്പോൾ പിന്നെ നമ്മൾ ചരിത്രമാണ് പഠിക്കാൻ തുടങ്ങിയത്. ചരിത്രം പഠിക്കാൻ തുടങ്ങി, നമ്മൾ വലുതായി കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ യാ അല്ലാ, നമ്മുടെ ഹൃദയത്തിൽ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അടുത്ത് നിൽക്കുകയാണ്. പക്ഷേ ഭൂമിശാസ്ത്രപരമായി മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളും നമ്മളും തമ്മിൽ കാതങ്ങൾക്ക് അകലെയാണ്. എവിടെയാണ് മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ? ഇന്നത്തെ ഇറാനും ഇറാഖും തമ്മിൽ, ഇന്നത്തെ 2 രാഷ്ട്രങ്ങളാണ് ഇറാനും ഇറാഖും. ആ 2 രാഷ്ട്രങ്ങൾ അതിർത്തി പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു ഏരിയ. ആ ഏരിയയിലെ ഒരു പ്രധാന പട്ടണമാണ് തൊബരിസ്ഥാൻ. തൊബരിസ്ഥാൻ പട്ടണത്തിലെ കുറച്ച് ഉള്ളോട്ട് ചെന്നാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പഞ്ചായത്താണ് കൈലാൻ. കൈലാൻ പഞ്ചായത്തിലെ ഒരു മഹല്ലോ ഒരു ഗ്രാമമോ അതൊക്കെയാണ് ജീലാൻ. അപ്പൊ ജീലാൻ ഗ്രാമത്തിൽ, കൈലാൻ പഞ്ചായത്തിൽ, തൊബരിസ്ഥാൻ ജില്ലയിലാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മുതലായ റമളാനിൽ മുല കൂടിക്കും കാലം 30 നാളിലും മുലനെ തൊടാത്തോവർ തുടങ്ങിയ ഒട്ടേറെ ആശയങ്ങളുള്ള മുഹീദ്ദീൻ മാല. മുഹീദ്ദീൻ മാല ഇങ്ങനെ ചെല്ലല്ലേ ഇവിടെ? നാളെ ചെല്ലുണ്ടോ? അതൊന്നോ ചെല്ലിക്കഴിഞ്ഞോ? അല്ലാ തീരു പേരും
കേരളത്തിൻ്റെ ഇസ്ലാമിക ചരിത്രം പഠിക്കുന്നിടത്ത് സ്വഹാബാക്കളിലൂടെ ഇസ്ലാം വന്നു കേരളത്തിൽ. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു, ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു, അങ്ങനെ വന്നിരിക്കുന്ന സ്വഹാബാക്കളുടെ കൂട്ടം ആണും പെണ്ണും കുട്ടികളും ഒക്കെ ചേർന്നാൽ 70ഓളം വരുന്ന സ്വഹാബി പ്രതിനിധികൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അവരിൽ നിന്നാണ് ഇവിടെ ഇസ്ലാം എത്തുന്നത്. ആ ഇസ്ലാം സ്വീകരിച്ച് ഇവിടെ പിന്നീട് ഇസ്ലാം നിലനിർത്തി പോന്ന ആ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ 3 കുടുംബങ്ങളെ പഠിക്കൽ അനിവാര്യമാണ്. ഒരു കുടുംബം ഏതാണ്? ഒരു കുടുംബം അഹ്ലു ബൈത്ത് കുടുംബം. ഒരു കുടുംബം ഏതാണ്? അഹ്ലു ബൈത്ത് കുടുംബം. ആദ്യത്തെ സയ്യിദ്, ആദ്യത്തെ അഹ്ലു ബൈത്ത് നേതാവ് ഇവിടെ കേരളത്തിൽ ആരാണ്? വളപട്ടണത്ത് വിശ്രമിക്കുന്ന ജലാലുദ്ദീൻ ബുഖാരി ബലാഫത്തനി, വളപട്ടണത്ത് വിശ്രമിക്കുന്ന ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ, അല്ലാഹു റബ്ബി. ആ ബുഖാരി സാദാത്യങ്ങൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് കേരളത്തിൽ പടർന്ന് പന്തലിച്ചു വന്ന ആ അഹ്ലു ബൈത്ത് തറവാട്ടിലെ ആളുകൾ. യാ റബ്ബ്, നോക്കൂ നിങ്ങൾ, ഏറ്റവും ആദ്യം വന്ന തങ്ങൾ ജലാലുദ്ദീൻ ബുഖാരി തങ്ങളാണ്. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പയുടെയും അതുപോലെ തന്നെ ഉള്ളാളത്തെ തങ്ങൾ പാപ്പയുടെയും ഒക്കെ ഉപ്പാപ്പ. അവരാണ് ഹളറമൗത്തിൽ നിന്ന്, ബുഖാറയിൽ നിന്ന് ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്ന സയ്യിദ് അവർകൾ. യാ റബ്ബ് യാ റബ്ബ്. ആ ബുഖാരി സാദാത്യങ്ങളിലൂടെ തുടങ്ങുന്ന സയ്യിദ് പരമ്പര, ബാഫക്കി സാദാത്യങ്ങൾ, ശിഹാബുദ്ദീൻ സാദാത്യങ്ങൾ, ജമലുല്ലൈലി സാദാത്യങ്ങൾ, അഹ്ദലി സാദാത്യങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് സാദാത്ത് പരമ്പര ഏകദേശം 40ഓളം വരുന്ന സയ്യിദ് പരമ്പര, അഹ്ലു ബൈത്ത് പരമ്പര നമ്മുടെ കേരളത്തിലുണ്ട്. മമ്പറം തങ്ങളുപ്പാപ്പൊക്കെ അടക്കമുള്ള മഹാന്മാർ, അവരെ ഒരു ചരിത്രം. രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്രം ഇസ്ലാമികമായി പഠിക്കുമ്പോൾ അതേതാണ്? അത് മഖ്ദൂം ചരിത്രമാണ്. പൊന്നാനിയിലെ വലിയ മഖ്ദൂം തങ്ങൾ, ചെറിയ മഖ്ദൂം തങ്ങൾ, ആ മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട ഒട്ടേറെ മഹാന്മാർ, അല്ലാഹു റബ്ബി, അവരെ ഒരു ചരിത്രം. അതേപോലെ വളരെ പ്രാധാന്യത്തിൽ പഠിക്കേണ്ട ചരിത്രമാണ് കോഴിക്കോട് കേന്ദ്രമായി ഖാദിമാരുടെ ചരിത്രം. അതിൽപ്പെട്ട ഹബീബ് ബിൻ മാലിക് ബിൻ ഹബീബ്, ആ കുടുംബ പരമ്പരയിലെ 6ാമത്തെ ആ പരമ്പരയിൽ വരുന്ന, അങ്ങനെ ആ ചരിത്രം ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണുന്ന ഒട്ടേറെ മഹാന്മാർ. അതിലൊരു പ്രധാനിയാണ് മുഹീദ്ദീൻ മാല രചിച്ചിരിക്കുന്ന ഖാദി മുഹമ്മദ് എന്നവർ. കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ, കോർവായിതൊക്കെയും നോക്കിയെടുത്തോവർ. നിരവധി കിതാബുകളിൽ എഴുതി വച്ചിരിക്കുന്ന ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങൾ മുഴുവനും ക്രോഡീകരിച്ചു ഖാദി മുഹമ്മദ് എന്നവർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ വലിയ ആലിമാണ്. വലിയ ആലിം എന്ന് പറഞ്ഞാൽ 500ഓളം കിതാബ് എഴുതിയിരിക്കുന്ന മഹാനാണ്. എന്തേ പിന്നെ മൂപ്പര് മുഹീദ്ദീൻ മാല ഇങ്ങനെ ഒരു പാട്ടാക്കിയത്? പാട്ടല്ല, മാല. മാല എന്ന് പറഞ്ഞാൽ കവിത. അതെന്തേ അങ്ങനെ രചിച്ചത്? അതിനൊരുപാട് ചരിത്ര പശ്ചാത്തലമുണ്ട്. 1-2 പറയാം. ഒന്ന്, ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് എന്നവരൊക്കെ ഇവിടെ കോഴിക്കോട് ജീവിക്കുന്ന കാലത്ത് നമ്മളെ നാട്ടിൽ ആ ഒരു സമയത്തുണ്ടായിരുന്ന എന്താണ്? ഇവിടെ ധാരാളം മതങ്ങൾ, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ തുടങ്ങി കുറെ ജാതീയതയുടെ പേരിലൊക്കെ അകൽച്ചകളും മറ്റുമൊക്കെ നിൽക്കുന്ന കാല. ഇസ്ലാം വന്നപ്പോൾ മറ്റു മതത്തിൽ നിന്നൊക്കെ ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ആ വരുന്ന ആളുകൾ അവരുടെയൊക്കെ ഹിന്ദു മതത്തിലൊക്കെ ആത്മീയതയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചൊല്ലുന്നത് എന്താണ്? കവിത ചൊല്ലലാണ്, ശ്ലോകം പാടലാണ്, അല്ലേ? ഇവിടെ എവിടെയെങ്കിലും അടുത്ത അമ്പലമുണ്ടോ? അമ്പലത്തിൽ നിന്ന് കേൾക്കൽ പ്രസംഗമാണോ പാട്ടാണോ? ഏതാ കേൾക്കൽ? അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ അവരുടെ ശ്ലോകം കേൾക്കും. രക്ഷോ രക്ഷ മഹാബാഹോ രാത്രി തൃക്കം നമോ നമ. അത് അവരുടെ ആത്മീയതയ്ക്ക് പറ്റിയത് ഏതാണ്? ഇങ്ങനെയുള്ള കവിതകളാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് എന്നവർ മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ പറ്റി പഠിച്ചിട്ട് അതൊരു കവിതയാക്കി. ആ കവിത അതെന്താണ്? മറ്റു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾക്ക് കൂടി പരിചയമുള്ള ശൈലിയിൽ ദീനീ ദഅവത്തിൽ, അതിനാണിത് കവിതയാക്കിയത്. ഒന്ന്. രണ്ടാമത്തത്, മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ ഈ മാലയുണ്ടല്ലോ, അത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാനാണ്. വേദനയുള്ള ആൾക്ക്, കഷ്ടപ്പാടുള്ള ആൾക്ക്, ഹോസ്പിറ്റലിൽ, അതേപോലെ തന്നെ എവിടെയും അതിങ്ങനെ ചൊല്ലണം. അതിന് നല്ലത് ഏതാണ്? അതിന് നല്ലത് പാട്ടാണ്, ഒരു കവിതയാണ്. ഒരു മൂളിപ്പാട്ടും പാടിയിട്ട് ഇങ്ങനെ, അല്ലേ, അല്ലാ ഇങ്ങനെ ചൊല്ലി നടക്കാൻ നല്ല സുഖമാണ്. മൂന്നാമത്തെ മറ്റൊരു കാര്യം, ഒരു കവിത ചൊല്ലുക എന്ന് പറഞ്ഞാൽ എല്ലാ പ്രായത്തും പറ്റും.
എല്ലാ പ്രായത്തിലും പറ്റും. അതൊക്കെ മനഃശാസ്ത്രപരമായി എത്ര വലിയ മഹാനാ. അന്നത്തെ ദീനി ദഅവത്തിനെ അവർ സ്വീകരിച്ചതാ. ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് എന്നവർ എന്ത് ചെയ്തു, നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെന്നു. അപ്പോൾ ഒരു ചെറിയ കുട്ടി നമ്മളെടുത്ത് വന്നു, ഒരു 2-3 വയസ്സായ കുട്ടി. എന്നാൽ നമ്മളെന്ത് ചെയ്യും, ആ കുട്ടിനെ മടിയിലിരുത്തുന്ന ഓമനിച്ചിട്ട് മോനെ ഒന്ന് പ്രസംഗിച്ചാന്ന് പറയാം. പിന്നെന്താ പറയാ, ഒരു പാട്ട് അടിക്കാം കണ്ടാ. അപ്പോൾ അതാണ് മുഹീദ്ദീന്മാരെ കവിതയാക്കിയത്. ഇന്ന് കുറച്ച് അന്തമില്ലാത്ത കൗമുണ്ട്. ഇവർക്ക് നിങ്ങൾ വഹാബി എന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, മുജാഹിദ് എന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, ഇനി ജമാഅത്ത് എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. തീരെ അന്തല്ലേ, എന്നാൽ അതിലൊക്കെ ചേരാൻ നല്ലത്. കുറച്ചൊരു അന്തം വിളിച്ചോണ്ടെങ്കിൽ അങ്ങനത്തേലൊന്നും ചേരാൻ ആളെ കിട്ടൂല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾ ആമീനൊരു വയലിച്ച മാതിരി. പിന്നെന്താ, ഞാൻ ചേരണ്ടേ നിങ്ങൾ തീരുമാനിച്ചോളി. ഒന്ന് പറയാൻ മതി, ഒരു വഹാബിയോ മുജാഹിദോ ഒക്കെ ആയാ പിന്നെ എന്ത് പറ്റൂല, മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റൂല. പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു അടയാളം പറയാം, വേറെ കുറേ സംഗതി ഉണ്ട്. ഒന്ന് പറയാം, മരിച്ചോടത്ത് ഖുർആൻ ഓതുവോ? നിങ്ങൾ മലക്കളെ എഴുതാത്ത മാതിരി ഇങ്ങനെ ഉണ്ട് അറിയാം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാന്നല്ലാതെ ഓതുവോ? മരിച്ചാൽ ഏത് ഓതാൻ പാടില്ല എന്നാണ് അവർ പറയണത്, ഖുർആൻ ഓതാൻ പാടില്ല. ആ മരണ വീട്ടിൽ പോയൊക്കെ കാണൊക്കെ മുർന്നാൻ ഇങ്ങനെ കുത്തിരിക്കണം, പത്രം വായിച്ചിട്ടുണ്ടാവും, മറ്റുള്ളവരുണ്ടാവും. ഏത് പറ്റൂല? ഒരു ബിസ്മില്ലാഹി ഓതാൻ പറ്റുമോ? പറ്റൂല. അപ്പം നമുക്ക് അയിമ്മലൊന്നും നോക്കാം, നമുക്ക് ബാക്കി എല്ലാത്തുമ്പോൾ കൂടി പോലും പിന്നെ പോകാം. ഒറ്റ സംഗതി എന്താണത്, മരിച്ചോടത്ത് ഓതാൻ പറ്റൂല. മരിച്ചാൽ പിന്നെ ഖുർആൻ ഓതാൻ പറ്റൂല. ശരി, എന്നാൽ അവിടെ നിൽക്കാം നമ്മൾ. ഇപ്പോൾ ഈ സദസ്സിൽ ഒരാൾ വന്നു, ഈ സദസ്സിൽ ഒരാൾ വന്നിട്ട് പറയണം, അല്ല നിങ്ങൾ അറിഞ്ഞോ, എന്തേ നമ്മളെ ഇന്ന ആചാര്യം മരിച്ചിക്കണോലോന്ന് പറഞ്ഞു. നിങ്ങളിൻ്റെ ഒപ്പം നിൽക്കണേ, ഇന്ന ആചാര്യം മരിച്ചിക്കണോലോന്ന് പറഞ്ഞു. ആ മരണവാർത്തൻ കേട്ടാൽ നിങ്ങളൊക്കെ എന്താ ചെയ്യുക? ഒന്ന് പറഞ്ഞാണ്. എന്താണ് ചെല്ലാത്തൊരു ആലോചിച്ചാൽ അതൊരു പേടി മാതിരി. നമ്മളൊരു മരണവാർത്ത അപ്പം നമ്മളോട് വന്ന് പറയാണ്, ആ പെരാക്കൊമ്പത്തെ ചേക്കുട്ടിയാജി മരിച്ചിക്കണോ, ആ മരണവാർത്തയാണ് കേൾക്കുന്നതോട് കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഇന്നാലില്ലാഹി. അത് ഖുർആനാണോ അല്ലേ? ആ ഓതിയത് ഖുർആനാണോ അല്ലേ? അത് സൂറത്തുൽ ബഖറയിലെ ഒരായത്താണ്. അത് ഖുർആനാണോ അല്ലേ? അപ്പൊ പിന്നെ മരിച്ചാൽ ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ, ഇവരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നാലില്ലാഹി ചെല്ലാൻ പറ്റുമോ? പറ്റൂലേ? ഇന്നാലില്ലാഹി ചെല്ലൽ മരിച്ചണീൻ്റെ തലേന്നോ അതല്ല മരിച്ചതിൻ്റെ ശേഷം? ഏതാ? അല്ല, നിങ്ങൾ ചിരിച്ച് കഴിച്ചില്ലേ ഉള്ളത് പറയും. ഇന്നാലില്ലാഹി ചെല്ലൽ എപ്പോഴാണ്? മരിച്ചിട്ടോ മരിച്ചണീൻ്റെ മുമ്പോ? അപ്പം മരിച്ചാൽ ഓതാൻ പറ്റുമോ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. അപ്പം പിന്നെ ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാലില്ലാഹി പറ്റുമോ? പറ്റൂലേ? അല്ല, നമ്മളൊരു തർക്കത്തിന് വേണ്ടി പറയല്ല, ഇവർ പറയണേ വെച്ചും കൊണ്ട് നമ്മളെ കൂടുതലുണ്ടാവും. ചിലവർ കുറച്ചൊക്കെ ഒരു പറയുന്ന കൊടുത്തുകൊണ്ട്, കുറച്ചല്ല തോനുണ്ട് എന്നാണ് ഞാൻ പറയണത്. ഇന്നാലില്ലാഹി ചെല്ലല് മരിച്ചിട്ടോ മരിച്ചതിന് മുമ്പോ? അപ്പൊ ഇവരൊക്കെ മരിച്ചാൽ ഇന്നാലില്ലാഹി എല്ലാം പറ്റുമോ? പിന്നെ നമുക്കിപ്പോൾ ഞാൻ എന്തേ പറ്റുള്ളൂ, മരിച്ചാൽ ഓതാൻ പറ്റൂലെങ്കിൽ ഇവരൊക്കെ അങ്ങാടിയിൽ വെച്ച് കാണുമ്പോൾ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ എന്തേന്ന് ചോദിച്ചു. അല്ല, മരിച്ചാൽ ഏതായാലും ചെല്ലാൻ പറ്റൂല, അപ്പം എന്നെ കണ്ടപ്പാണ് ചെല്ലാന്ന് വിചാരിച്ചതാണ്. കുറച്ചാണ് വിട്ട് നിന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല, ആലോചിച്ച് നോക്കി. ഇതാ ഞാൻ പറഞ്ഞത്, പറയണ കാര്യങ്ങളിൽ ചെറിയൊരു അന്തം വേണ്ടേ? നിങ്ങൾ ഓർത്തു നോക്കിയ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് വെച്ചിരിക്കുന്ന രീതി എന്താ? മരണ വാർത്ത അത് എവിടെ മരിച്ചാലും മരിച്ചു എന്നാണ് കേൾക്കുമ്പോഴത്തേന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അപ്പാണ് ഖുർആൻ ഓത്ത് തുടങ്ങി. ഇനി മയ്യത്തുമായി ബന്ധപ്പെട്ട എല്ലാം ഖുർആൻ തന്നെയാണ്. സൗദി രാജാവ് ഫഹദ് രാജാവ് മരിച്ചു എന്ന വാർത്തയാണ് വായിച്ചു. അത് കഴിഞ്ഞുള്ള റേഡിയോ, സൗദി ടെലിവിഷൻ, കുവൈത്ത് റേഡിയോ ടെലിവിഷൻ, അങ്ങനെയാണ് തുടങ്ങിയിട്ട് GCCയുടെ രാഷ്ട്രങ്ങളിലെ മുഴുവൻ ടെലിവിഷൻ ചാനലുകളും ഖുർആൻ ഓതാൻ തുടങ്ങി. ബഹ്റൈൻ രാജാവിൻ്റെ മകൻ കടലിൽ വേട്ടയാടാൻ വേണ്ടി പോയപ്പോൾ അവിടെ മരണപ്പെട്ടു. ആ വാർത്തയാണ് വായിച്ചു. പിന്നെ ചാനലുകളൊക്കെ ഖുർആൻ. അറബ് രാഷ്ട്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് സായിദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഒരു റമളാനു ശരീഫിൻ്റെ 22-നാണ് വഫാത്താകുന്നത്. ഞങ്ങൾ അബുദാബിയിൽ നിന്ന് തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കേട്ടു ഷെയ്ഖ് സായിദ് വഫാത്തായി. അപ്പാണ് തുടങ്ങിയ ഖുർആനോത്ത്.
ആ പള്ളികളിൽ, എല്ലാ പള്ളികളിലും ഒരാഴ്ച ഖുർആൻ പാരായണം. അനുഭവിച്ച ഒരുപാട് ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട്. ആ ഖുർആനോത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സായിദ് അവറുകൾ വഫാത്തായി കിടക്കുന്ന മഖബറയിൽ ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ സെക്കൻഡിൽ നിങ്ങൾ ആർക്കെങ്കിലും അബുദാബിയിൽ ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാൻ പറയും. അവിടെ അന്ന് ഓത്ത് തുടങ്ങിയത് ഇപ്പോഴും നിന്നിട്ടില്ല ആ ഖുർആൻ ഓത്ത്. ഞാൻ ഈ പ്രാവശ്യം UAE ഗവൺമെന്റിന്റെ ഗസ്റ്റായിട്ട്, അബുദാബി ഗവൺമെന്റിന്റെ ഗസ്റ്റായിട്ട് പോയിരുന്നു റമദാനിൽ 20 ദിവസം. അപ്പം ഞങ്ങൾക്കൊരു പ്രധാനമായ ദിവസം ബഹുമാനപ്പെട്ട ഷെയ്ഖ് സായിദ് അവറുകളെ സിയാറത്ത് ചെയ്യലാണ്. സുബ്ഹാനല്ലാഹ്, 10-60 നേതാക്കളുണ്ട്, വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, ജാമിഉൽ അസ്ഹറിലെ പ്രധാന പണ്ഡിതന്മാർ, ഈജിപ്തിലെ പ്രധാന പണ്ഡിതന്മാർ, ഇന്തോനേഷ്യയിലെ പണ്ഡിതൻ, അതേപോലെ തന്നെ റഷ്യയിലെ ഒരു പണ്ഡിതൻ, അങ്ങനെ തുടങ്ങിയിട്ട് വിവിധ പണ്ഡിതന്മാർ എല്ലാവരും ചേർന്ന് അവിടെ സിയാറത്തിന് നോക്കുമ്പോൾ ഖുർആനോത്ത് ഇങ്ങനെ നടക്കുകയാണ് മഖബറയിൽ. ഒരു മിനിറ്റ് ഒഴിവില്ലാതെ. മരിച്ചോടുത്ത് ഖുർആൻ ഓതാത്ത ഒരു ലോകം എവിടെയാണ്? ഒരു രാജ്യം എവിടെയാണ്? നമ്മളെ ഈ നാട്ടിലുള്ള കുറച്ച് മുറിച്ചുത്തി വഹാബികളല്ലാതെ ആരും മരിച്ചാൽ ഖുർആൻ ഓതാത്തവരില്ല. അതുകൊണ്ട് ആ പാർട്ടിക്കൊക്കെ പോയിട്ട് ഒരു ഖുർആൻ ഓത്ത് കിട്ടുന്നത് കളയണ്ടെന്നാണ് ഞാൻ ഉമ്മമാരോടും ബാപ്പമാരോടും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നത്. കുട്ടികളെ കെട്ടിക്കൊണ്ടിരുമ്പോഴും ശ്രദ്ധിക്കണം, കെട്ടിച്ചുമ്പോഴും വേണം ശ്രദ്ധിക്കണം. മരിച്ചാൽ ഒരു ഖുർആനോത്ത് കിട്ടുന്നവരാണോ കിട്ടാത്തവരാണോ പലതും അന്വേഷിക്കണ കൂട്ടത്തിലേ. ഇപ്പം പിന്നെ പണ്ടോ പണമൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്വർണം കൊടുത്തങ്ങാണ്ട് കെട്ടിച്ചാൽ ഏതായാലും പരിപാടി ഉണ്ടാവില്ല. ഇപ്പോൾ 1 ലക്ഷത്തുമ്മക്ക് എത്തുകയാണ്. 1 ലക്ഷത്തിന് വരെ എത്തുമെന്ന് വിചാരിച്ചാണ് കാത്തിക്കാണ് നമ്മൾ. അതിൻ്റെ അപ്പുറം പോകുമോയെന്ന് അറിയില്ല. പണ്ട് നരിനെ പേടിച്ച ഒരാൾ മരത്തുമ്മ കയറുമ്പോൾ പോണ ഊക്ക് കണ്ടപ്പോൾ താഴ്ന്ന് 2 ആൾ പറഞ്ഞു മരം കഴിഞ്ഞു പോയത് കേട്ടോ. അങ്ങനത്തെ ഊക്കിലാണ് പോണത്. എന്ന മാതിരി ഇപ്പോൾ ഇത് എവിടുന്നും കഴിഞ്ഞു പോണ മട്ടാണ്, ലക്ഷത്തുമ്പൊന്നും വിട്ടു പോണ മട്ടാണ്. അള്ളാഹു ഖൈറ് തരട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ആദ്യേ പഠിപ്പിച്ചിട്ടുണ്ട്, വലു ഖാതമൻ മിൻ ഹദീദ്. ഒരു ഇരുമ്പിൻ്റെ മോതിരം കൊടുത്താലും മഹറാകും. വെള്ളി കൊടുത്താൽ വളരെ ഭംഗിയായി, പൈസ കൊടുത്താൽ ഭംഗിയായി. അതൊക്കെ മഹറിന് പറ്റിയതാണ്. സ്വർണം തന്നെ മഹറിന് പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാത്തിക്കണ്ട. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. ഏതായാലും ഞാൻ അതിലേക്ക് വേറെ കിടക്കുന്നില്ല. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തിയത് വിശുദ്ധ ഖുർആൻ. നോക്കൂ, നിങ്ങൾ മരിച്ചാൽ ഇന്നാലില്ല, ഇനി നിസ്കരിക്കാൻ വേണ്ടി പോണം. മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫാത്തിഹ ഓതണം. ഖുർആനാണ്. മയ്യത്ത് ഭൂമിയിൽ നിന്ന് മറയാണ്. ഇനി ആ മയ്യത്തിനെ നമ്മൾ ഈ ഭൂമിയിൽ കാണൂല. അവസാനം ഖബറിലേക്ക് താഴ്ത്തി വെച്ചു, മൂടുകല്ല് വെച്ചു. ഇനി മയ്യത്തിനെ കാണുന്ന പ്രശ്നമില്ല. അപ്പം നമ്മൾ മയ്യത്തിന് യാത്രയപ്പ് കൊടുക്കാണ്. എങ്ങനെ? ഒരു പടി മണ്ണ് വാരിട്ടു. എന്താ ചെല്ല? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഖുർആന്റെ ആയത്ത് ഇങ്ങനെ ഓതിയിട്ടാണ് യാത്രയപ്പ് കൊടുക്കുന്നത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വിശുദ്ധ ഖുർആൻ മരണശേഷം ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇന്നാലില്ലാഹി പറ്റുമോ? മയ്യത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ പറ്റുമോ? മയ്യത്തിന് ഇങ്ങനെ മണ്ണ് വാരിടുന്ന സമയത്ത് മിൻഹാ ഖലഖനാകും ഖുർആൻ ഓതാൻ പറ്റുമോ? എന്താണ് ഈ പറയുന്നത്? ഒരല്പം വെളി വേണ്ടേ തലക്ക്? നമ്മൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ ഇന്ന് ഉമ്മയുടെ ഗർഭാശയത്തിൽ, ഇന്ന് ഭൂമിയിൽ, നാളെ ഖബറിൽ, മറ്റന്നാ മഹ്ശറിൽ, എല്ലാ സ്ഥലത്തും നമുക്കുള്ള ആയുധമല്ലേ, നമുക്കുള്ള തുണക്കാരനല്ലേ, നമുക്കുള്ള സാക്ഷിയല്ലേ, നമുക്കുള്ള ശുപാർശകനല്ലേ വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് യാ റബ്ബ് യാ റബ്ബ്, നമ്മുടെ മാതാപിതാക്കൾ ഖുർആൻ ഓതിക്കൊണ്ട് ദുആ ചെയ്തു. അതല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സൗഭാഗ്യം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഗൗസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഗൗസുൽ ആലം തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ബീവി ഫാത്തിമത്തുൽ ഖൈർ റളിയല്ലാഹു അൻഹാ, മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളാകുന്ന കുട്ടിയെ ഉമ്മ പ്രസവിക്കുന്നത് തന്നെ ഒരു അത്ഭുതമല്ലേ? ഓർത്തു നോക്കൂ നിങ്ങൾ. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്ക് വയസ്സ് 60 പൂർത്തിയാകുന്ന സമയത്താണ് മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ ഗർഭം ധരിക്കുന്നത്. 60ാമത്തെ വയസ്സിലാണ് ഉമ്മ ഗർഭിണിയാകുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ 60 വയസ്സ് കഴിഞ്ഞിട്ട് പ്രസവിച്ച പെണ്ണുങ്ങൾ? ഉണ്ടാ. 60 ആകേണ്ടിന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾ 30 തന്നെ തയ്യാറില്ല. ഞാൻ എൻ്റെ പെൺമക്കളോട് പറയാണ്, മക്കളെ അതിനൊന്നും മടി കാണിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിന് 2 കൈയും കാണിച്ച് വാങ്ങിക്കോളിം. അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. പഴയ കാലത്തൊക്കെ ഒരു വീട്ടിൽ തന്നെ എത്ര മക്കളുണ്ടാവും? ഒരു ഉമ്മ തന്നെ. എൻ്റെ അമ്മ 9 പ്രസവിച്ചു. ഞങ്ങൾ 9 മക്കളാണ്.
ഞാൻ വീട്ടിൽ സെൻട്രൽ ഫോർവേഡാണ്. മുകളിൽ നിന്ന് താഴോട്ട് എണ്ണിയാലും അഞ്ചാമത്തെ ആളാണ്, താഴെ നിന്ന് മേലേക്ക് എണ്ണിയാലും അഞ്ചാമത്തെ ആളാണ്. പ്രത്യേകിച്ച് ആനുകൂല്യമൊന്നും കിട്ടാനില്ല. ഈ പോക്ക് ഇങ്ങനെ പോകാം. അള്ളാഹു ഹൈറാക്കട്ടെ. അപ്പം നിങ്ങളെ ഇടപെടാൻ നിൽക്കൊന്നും വേണ്ട. അള്ളാഹു റബ്ബി. നമ്മളവിടെ രാജ്യമുണ്ട്, ചെറിയ രാജ്യം. അയാൾക്ക് 18 മക്കളാണ്. ഒറ്റ ഭാര്യയിൽ 18 മക്കളാണ്. ഒരു മതിലൊക്കെ കെട്ടിയിട്ടുള്ള വലിയ വീടാണ്. കള്ളന്മാർ രാത്രി വന്ന് അപ്പം മതിൽ ചാടിക്കടന്ന് മുറ്റത്തെത്തി നോക്കുമ്പോൾ കള്ളന്മാർ പേടിച്ചു പോയി. കാരണം മുറ്റത്ത് മുഴുവനും ചെരുപ്പാണ്. 18 മക്കളും മരുക്കളും പേരക്കുട്ടികളും. കള്ളന്മാർ വിചാരിച്ച് ഇതിൻ്റെ ഉള്ളിൽ വല്ല ജനറൽ ബോഡി ആണാവോ. യാ റബ്ബ്. ഇപ്പം നമ്മളെ പെരയിലൊന്നും കള്ളന്മാർ വന്നാൽ യാതൊരു ബേജാറുമില്ല. കാരണം എന്താ, വലിയ പെര, 1.5 ചെരുപ്പേ ഉണ്ടാവുള്ളൂ. കള്ളന്മാരൊക്കെ പരിഷ്കരിച്ചില്ലേ. കള്ളന്മാർ വീട്ടിൽ വന്നപ്പോൾ എന്താ ചെയ്യുന്നത്, ഫ്രിഡ്ജ് തുറന്ന് ജ്യൂസ് അടിച്ചാൻ പറ്റിയ വല്ലതും ഉണ്ടോ, ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടോ നോക്കി AC ഒക്കെ ഓൺ ചെയ്ത് കുറച്ചൊരു ജ്യൂസൊക്കെ എടുത്ത് കുടിച്ച് AC ഒക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി. ഇപ്പം അടുത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, 2 കള്ളന്മാർ ഒരു വീട്ടിൽ നിന്ന് സാധനമൊക്കെ എടുത്തൊക്കെ റെഡിയാക്കി ഒരു കുഴങ്ങിയപ്പം. അപ്പം എന്തായി, AC ഓൺ ചെയ്തിട്ട് അവിടെ ഇരുന്നതായി. ഇരുത്തത്തിൽ കടന്നുപോയി. പെരക്കാർ രാവിലെ നീച്ച് നോക്കുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ എടുത്ത് AC നല്ല ഉറക്കലാണ് ഒരു രണ്ടാൾ. അല്ലാഹു റബ്ബി. എന്തുകൊണ്ട്? ഇനിയിപ്പോൾ ഉറക്കത്തിന് ഉണന്നാൽ തന്നെ ആരാ, ഇതാകെ 1.5 ചെരുപ്പല്ലേ ഇവിടെ ഉള്ളൂ. പണ്ടത്തെ മാതിരി അല്ലല്ലോ. മക്കളുണ്ടായിക്കോട്ടെ, അള്ളാഹുവെ ഹൈറായ മക്കളെ തരണേ അല്ലാ, സ്വാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാ. ഇപ്പോൾ ഡോക്ടർമാരെല്ലാം കൂടിയിട്ട് ഗർഭം എന്ന് പറഞ്ഞാൽ ഒരു ചെയ്ത്താൻ കൂടിയ മാതിരി, അല്ലെങ്കിൽ ഗർഭം എന്ന് പറഞ്ഞാൽ ഒരു രോഗമായ മാതിരി. പെണ്ണുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 34 സെല്ലുകളും ആരോഗ്യപരമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ഗർഭിണിയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഒരു പെണ്ണ് ഗർഭിണിയായി എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരത്തിൽ പ്രവർത്തിക്കേണ്ട എല്ലാ സെല്ലുകളും സജീവമായി പ്രവർത്തിക്കുകയാണ്. പക്ഷെ ഗർഭിണികൾക്ക് എന്ത് ചെയ്യണം? നല്ല സന്തോഷം കൊടുക്കണം. ഗർഭിണികളോട് ദേഷ്യപ്പെടരുത്. ഗർഭിണികൾക്ക് നല്ല പോഷകാഹാരം കൊടുക്കണം. ഗർഭിണികൾക്ക് നല്ല സ്നേഹം കൊടുക്കണം. ഗർഭിണികൾക്ക് നല്ല വസ്ത്രം കൊടുക്കണം. ഗർഭിണികൾ ഒരിക്കലും അഴുക്കായ വസ്ത്രം ധരിക്കരുത്. എന്തെങ്കിലുമൊക്കെ മീനെ മറ്റ് ഇതൊക്കെ വേഗത്തിൽ മാറ്റിയിടണം. ഗർഭിണികൾ എപ്പോഴും നല്ല വസ്ത്രം ധരിക്കുക, നല്ല സ്ഥലത്ത് പെരുമാറുക, നല്ല സ്ഥലത്ത് ഉറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക. ഗർഭിണികളോട് ദേഷ്യപ്പെടുകരുത്. ഗർഭിണികളോട് നമ്മൾ വെറുപ്പ് കാണിക്കരുത്. ഗർഭിണികൾക്ക് മനസ്സിന് ക്ഷീണമുണ്ടാകുന്ന കാര്യം ചെയ്യരുത്. എന്തുകൊണ്ട്? ഗർഭത്തിരിക്കുന്ന കുട്ടിക്ക് അതൊക്കെ ബാധിക്കും. അല്ലാഹു റബ്ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് 60 കഴിഞ്ഞ സമയത്താണല്ലോ മാരിയത്തുൽ ഖബ്തിയ്യ റളിയല്ലാഹു അൻഹയെ സമ്മാനമായി കിട്ടുന്നത് മുഖൗഖിസ് ചക്രവർത്തിയിൽ നിന്ന്. നബിതങ്ങളും മാരിയത്ത് റളിയല്ലാഹു അൻഹയുമായുള്ള ജീവിതത്തിൽ മാരിയത്ത് റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. പ്രസവത്തിന്റെ സമയം അടുത്തു. പ്രസവത്തിന്റെ സമയം അടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രസവത്തിന്റെ തൊട്ട് മുമ്പും പ്രസവത്തിന്റെ തൊട്ട് ശേഷവും 17 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാരിയത്തിന്റെ കൂടെ തന്നെ ഉണ്ടായി. എന്താ, ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം പ്രസവ വാർഡിലേക്കാണ് പോവുകയാണ്. പ്രസവത്തിന്റെ ഒക്കെ സമയം അടുക്കാണ്. കുട്ടിന്റെ വാപ്പ ഒപ്പുണ്ടെങ്കിൽ അത്ര ധൈര്യം ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവില്ല. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറുടെ സ്പെഷ്യലിസ്റ്റാണ്, ഒക്കെയാണ്. പക്ഷേ പ്രസവ വാർഡിലേക്കാണ് പോകുമ്പോൾ ഭർത്താവ് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടിൻ്റെ വാപ്പ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പം ആ പെണ്ണിനുണ്ടാകുന്ന മനസ്സിൻ്റെ ധൈര്യം ചെറുതല്ല. പ്രവാസ ലോകത്ത് പോയ ചെറുപ്പക്കാരൊക്കെ ഗർഭിണികൾക്ക് പ്രസവം അടുക്കുമ്പോൾ വരണം. പ്രസവം കഴിഞ്ഞ് ഒരു 10 ദിവസമെങ്കിലും കൂടെ നിൽക്കണം കുട്ടിൻ്റെ വാപ്പ. അതാണ് ഉത്തരവാദിത്വം. അല്ലാഹു റബ്ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 17 ദിവസം മാരിയത്ത് റളിയല്ലാഹു അൻഹയുടെ കൂടെ തന്നെ ഉണ്ടായി. അതൊരു പഠിപ്പിക്കലാണ്. അല്ലാഹു റബ്ബി. ഏതൊരു ജീവിയും അങ്ങനെയാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഗർഭിണികൾക്ക് നല്ല സംരക്ഷണം കൊടുത്തുകൊണ്ട് സഹോദരിമാരെ നിങ്ങൾ ഇഷ്ടം പോലെ പ്രസവിച്ചോളൂ. അല്ലാഹു തആല 2 കൈയും അല്ലാഹു തആല നൽകുന്ന നിഅമത്ത് വാങ്ങണം. നമ്മൾ കണക്കൂട്ടണ മാതിരിയല്ല. ഒരു വാപ്പാക്ക് 3 മക്കൾ അല്ലേ, ഒരു 3 ആളും വലിയ വലിയ ആൾക്കാരായി. ഇവിടെ ഒരാൾ കുവൈത്തിൽ, ഒരാൾ മറ്റോടത്ത്, അങ്ങനെയൊക്കെ വലിയ ആൾക്കാർ. വേറൊരു ഉമ്മാക്കും ബാപ്പാക്കും 3 മക്കൾ. ഇവർക്ക് എങ്ങനെ നല്ല ഉഷാറുള്ള മക്കൾ, പോലും 3 ആൺകുട്ടികളാണ്. പക്ഷേ 2 ആൺകുട്ടികൾ നല്ല ഉഷാറുള്ള ആൾക്കാരാണ്. 3ാമത്തെ കുട്ടിക്ക് കാലിനിങ്ങനെ നടക്കാൻ കുറച്ചൊരു എന്താണ് ഒരു ചട്ടയാണ് പറയാം അല്ലേ, ഒരു ഭിന്നശേഷിക്കാരൻ. അങ്ങനെ പോയി. അല്ലാഹു റബ്ബി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ 2 വയസ്സായ ഉമ്മാരും ബാപ്പാരും കൊണ്ട് ഇരിക്കണേ ഡോക്ടറെ കാത്ത്. ഇവർ 2 പേർക്കാരി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ഉമ്മയും ബാപ്പിങ്ങത്തും അപ്പുറത്ത് ഈ കുട്ടികളും പോയി. ഓരിങ്ങനെ പോയി പരിചയപ്പെട്ടപ്പോൾ എന്താ നിങ്ങളെ വർത്താനം? അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് 3 മക്കളാണ്. ഒരാൾ ഖത്തറിലാണ്,
ഒരാൾ ഇവിടെയാണ്, ഒരാൾ മൂന്നാളും വലിയ വലിയ